നമ്മളൊരു യാത്ര പോവുകയാണ് അപൂർവ സുന്ദരമായ ഒരിടത്തേക്ക്. അമ്പലവും കാവും കുളവും മനയും, അതെ, പൂർണ്ണമായ ഒരു ഗ്രാമത്തിലേക്ക്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലത്തെ കഥയാണ് ബ്രഹ്മയുഗം സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം. നമ്മൾ ഈ ഐതിഹ്യമാല കഥകൾ പലത് കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില ഇടങ്ങളിൽ പോകുമ്പോൾ ഇരുളും വെളിച്ചവും ഒക്കെ ചേർന്ന് ഇങ്ങനെയുള്ള അത്ഭുതമുള്ള സ്ഥലങ്ങളായിട്ട് മാറുന്ന ചില ഇടങ്ങളുണ്ട്. അങ്ങനെ ഒരു ഇടത്തേക്കാണ് മോഹനേട്ടൻ്റെ ക്ഷണപ്രകാരം ഞാൻ എത്തിപ്പെട്ടത്. ഒരു കാവിലെ പ്രതിഷ്ഠാ ദിനത്തിനാണ് പോകുന്നത്. മോഹനേട്ടൻ നമ്മൾ എവിടേക്കാണ് പോയത്? നമ്മൾ പോയത് വടക്കുംപാട്ട് മനയിലെ ഒരു സർപ്പക്കാവിലേക്കാണ്. കേച്ചേരി ആളൂർ ഭാഗത്തുള്ള വടക്കുംപാട്ട് മന, അവിടുത്തെ ഒരു സർപ്പക്കാവിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്. സർപ്പക്കാവുകൾ ഭൂമിയുടെ സംരക്ഷണത്തിനായി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമ്മൾ വളരെ ലേറ്റായിട്ടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അതിനെ സംരക്ഷിക്കുന്നുണ്ട്. കുളവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുളവും അതിനെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ തന്നെ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ആ സർപ്പക്കാവിലൊരു ദിവസം എത്തിപ്പെട്ടത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് തീർച്ചയായിട്ടും ബിജുവിൽ കൂടി ലോകം അറിയേണ്ട ഒരു സ്ഥലമാണ്. കാരണം 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു സർപ്പക്കാവ്. അത് അന്ന് സർപ്പക്കാവായിട്ട് കിട്ടുമ്പോൾ അവിടുത്തെ മരങ്ങൾ, അതിന് മുമ്പുണ്ടായിരുന്ന കുറേയധികം മരങ്ങൾ അവിടെയുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള പേഴ്മരങ്ങൾ പോലെയുള്ള അപൂർവമായിട്ടുള്ള പല മരങ്ങളും ആ സർപ്പക്കാവിൽ കാണാൻ കഴിയും. പുതിയ കാലത്തെ പഠനങ്ങൾ പറയുന്നത് കാവുകൾ ഭൂമിയുടെ ഹൃദയമാണെന്നാണ്. ഹൃദയം എത്രത്തോളം ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അതിന് യാതൊരു വക കേടുമില്ലാതെ സൂക്ഷിക്കണമെങ്കിൽ അതിനെ സ്വാഭാവികമായി നിലനിർത്തണം. കിഴവൻ മരങ്ങളും അപൂർവ മരങ്ങളും വളർന്നു നിൽക്കുന്ന, മനുഷ്യൻ്റെ ഗന്ധം പോലുമില്ലാത്ത അപൂർവമായ ഒരിടം, അതാണ് കാവ്. ഒരു കാവിൻ്റെയും ഒരു ഇല്ലത്തിൻ്റെയും കഥ. കാവിലെ പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്താണ് നമ്മൾ എത്തുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകളൊന്നും തന്നെ വീഡിയോയിലാക്കിയിട്ടില്ല. നമ്മളൊരു കഥയുടെ പിന്നാലെ പോവാനാണ്. കാവിൻ്റെയും ഇല്ലത്തിൻ്റെയും കഥ. ആ കഥയിൽ ഒരു നാടിൻ്റെ കഥ കൂടിയുണ്ട്, അരിയന്നൂർ ഭഗവതിയുടെ കഥയും. ആളൂർ വടക്കുംപാട്ട് മനയുടെ അധീനതയിലുള്ള ഒരു കാവാണിത്. തെക്കേപ്പാട്ട് കാവ് എന്നുള്ള നിലയ്ക്കാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. മഠം, പറമ്പ് എന്ന് ഇതിനെ പൊതുവെ പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിലെ വടക്കുംപാട്ട് മനയിലേക്ക് ചേർന്ന് വന്നിട്ടുള്ളതായ ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ്. ശരിക്കും വടക്കുംപാട്ട് മന ഇപ്പോൾ ഉള്ളത് ഏകദേശം 800-900 കൊല്ലം പഴക്കമുള്ള ഒന്നാണ്. പണ്ട് മഹാദരിദ്രമായിരുന്നു എന്നാണ് ഇവിടെ കേട്ടേക്കുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. കാരളി മന എന്ന് പറയും, അവിടെ അരിയന്നൂരടുത്ത്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ഒരു മൂലം എന്നൊരു സങ്കല്പമുണ്ട്. അവിടെ അമ്മപ്പാമ്പ് എന്ന് പറയും. ഞങ്ങളുടെ ഒരു ആദ്യകാലത്തുണ്ടായിരുന്ന ഒരമ്മ, ആ അമ്മ പ്രസവിച്ചപ്പോൾ ഒരു ഉണ്ണിയും ഒരു പാമ്പും ഉണ്ടായി എന്നാണ്. ആ പാമ്പ് അപ്പം തന്നെ വേഗം നടുമുറ്റത്തേക്ക് അങ്ങോട്ട് ഇഴഞ്ഞു പോയിട്ട് ചെന്നിട്ട് പറഞ്ഞു, അവിടെ നടുമുറ്റത്ത് ഭഗവതിയാണ്. ഭഗവതി അപ്പോൾ അവിടെ കഴിഞ്ഞ് പോയപ്പോൾ ഭഗവതി പറഞ്ഞു, അത്ര പാമ്പ് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ മച്ചിൽ പോയിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവതി മച്ചിലേക്ക് പോയി. പാമ്പ് നടുമുറ്റത്തിരുന്നു. ആ പാമ്പ് അമ്മപ്പാമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വടക്കുംപാട്ട് മനയിലെ ആരെയും പാമ്പ് കടിക്കില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. മാത്രമല്ല, ഈ പറമ്പിൽ വടക്കുംപാട്ട് മനയിലെ ഒരാളെയും പാമ്പ് കടിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ പറമ്പിൽ വെച്ചിട്ട് വേറെ ആരെങ്കിലും നാട്ടുകാരെ ആരെയും പാമ്പ് കടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അമ്മപ്പാമ്പിനെ അത്രയും വിശ്വാസമാണ് പൊതുവെ കുടുംബത്തിലുള്ളവർക്കും അതെ, നാട്ടുകാർക്കും അതെ, ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ അതെ. അമ്മപ്പാമ്പും 10 മക്കളും എന്ന പേരിലാണ് അതറിയപ്പെടുക. പിന്നീട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ ഒരിക്കൽ അവിടുന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആളൂർ ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറുകയാണ്. അത് മാറാനൊരു കാരണം കൂടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ മഹാഭക്തനായിട്ടുള്ള മഹാസാത്വികനായിട്ടുള്ള അന്നത്തെ കാരണവർ, ആ കാരണവർ ഒന്ന് ദാരിദ്ര്യം നല്ലോണം ഉണ്ട്, പക്ഷേ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉച്ച സമയത്ത്
ഒരു വഴിപോക്കൻ അവിടെ വരികയാണ്. വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്നാണെങ്കിലും ഒന്നും അരി വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കവുങ്ങപ്പൂക്കില വെച്ചിട്ട് അത് വേവിച്ചിട്ട് അത് കഞ്ഞി കുടിക്കാനുള്ളൊരു ശ്രമം ആ സമയത്താണ് ഈ അതിഥി എത്തിയത്. പക്ഷേ അവിടുത്തെ കാരണവന്മാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ വന്ന ആളോട് പറഞ്ഞു, എന്നാൽ വേഗം പോയിട്ട് കുളിച്ചു വരൂ എന്ന് പറഞ്ഞു. കുളിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ പൂക്കുലക്കഞ്ഞി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹം വന്ന അതിഥിക്ക് കൊടുത്തു. അതിഥിക്ക് കാര്യം മനസ്സിലായി, ഇവിടെ ദാരിദ്ര്യമാണെന്നുള്ളത്. എന്തായാലും അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പോവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിലുണ്ടായിരുന്ന ഒരു വാഴകന്ന്, ആ കന്ന് ഈ കാരണവരെ ഏൽപ്പിച്ചു. ഈ വാഴകന്ന് എവിടെയാച്ചാൽ കുഴിച്ചിട്ടോളൂ. അത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് അങ്ങനെയാണ്. അദ്ദേഹം തന്നെ മറ്റേ ഇവിടെ ഈ നടുമറ്റത്ത് ആളൂർ അല്ല ഇവിടെ തന്നെയല്ലേ ആളൂർ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇവിടെ ഈ സാഹചര്യത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം കണ്ടെത്തിയിട്ടാണ് ആളൂർക്ക് വന്നത്. ഈ ആളൂർ ഇവിടെയുള്ള മറ്റേ പെരയുടെ നടുമുറ്റത്ത് അദ്ദേഹം തന്നെ ആ വാഴകന്ന് കുഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, ആ അത് കായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഴുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ആരക്കച്ച കൊടുത്തോളൂ. ആദ്യം ചോദിക്കണ ആളാരാച്ചാൽ ആ ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. കാലം കഴിഞ്ഞു. ആ മറ്റേ കായ ഉണ്ടായി, കായ പഴുത്തു. കാരണവർ ആ മറ്റേ വാഴക്കൊലയും വെട്ടിയിട്ട് അതും കൊണ്ട് അങ്ങോട്ട് നടന്നു എന്നാണ്. അങ്ങനെ ഈ പടിഞ്ഞാറ് ഭാഗം പാടാണ്. ആ പാടം ഇവിടെ കയറിയപ്പോൾ അവിടെ ആ കരയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ വക്കത്ത് അവിടെ ഒരാൾ ഇരിക്കില്ലായിരുന്നു. അയ്യോ ആ പഴമാണല്ലോ, ആ പഴം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ആദ്യം ചോദിച്ച ആൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആ പഴം ചോദിച്ച ആൾക്ക് കൊടുത്തു. കുറച്ച് നേരമൊക്കെ അദ്ദേഹം കഴിക്കണത് നോക്കി നിന്ന് അവിടുന്ന് പോരാൻ തുടങ്ങി. ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൽക്കൂ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹം ആ പഴം മുഴുവൻ കഴിച്ചു. എന്നിട്ട് വേഗം ആ കുളത്തിലേക്ക് ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹം അവിടെ മുങ്ങിയിട്ട് ഈ കൈകൊണ്ട് മറ്റേ മണ്ണ് ഇങ്ങനെ വാരിയിട്ട് അത് ഇദ്ദേഹത്തിനോട് കൈ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൊടുത്തു, കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. നോക്കിയപ്പോൾ അതൊക്കെ തന്നെ സ്വർണവും രത്നങ്ങളും ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തു. അപ്പോൾ പറഞ്ഞു പോരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വറ്റേ നിൽക്കൂ പറഞ്ഞു 3 പ്രാവശ്യം കൊടുത്തു എന്നാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞത്, ഈ 3 തവണ തന്നല്ലോ, ഒരു ഭാഗം അതങ്ങനെ നടുമുറ്റത്ത് എവിടെയാച്ചാൽ നിക്ഷേപിച്ചോളാൻ പറഞ്ഞു, പറമ്പിൽ നിക്ഷേപിച്ചോളാൻ പറഞ്ഞു. ഒരു വിഹിതം ഉണ്ടല്ലോ, ആ വിഹിതം കൊണ്ട് കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാവുന്ന പദ്ധതികൾ എന്തൊക്കെയാച്ചാൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കോളൂ. 3ാമത്തെ ഒരു ഇതുണ്ടല്ലോ, അത് ഇഷ്ടമുള്ള അമ്പലങ്ങളിലേക്ക് കൊടുത്തോളൂ, അമ്പലങ്ങൾ ധൈര്യമാക്കി എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ഒക്കെ നേരെയാവുമെന്നും പറഞ്ഞു, നാശം വരില്ല എന്നും എല്ലാ കാലത്തും അത് നിലനിൽക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ആ ആൾ അങ്ങോട്ട് അപ്രത്യക്ഷനായി. അത് ഭഗവാൻ കൃഷ്ണനായിരുന്നു എന്നാണ് സങ്കല്പം. ആ ഭഗവാനെ കണ്ട ആ സ്ഥലമുണ്ട്, അതാണ് ഇപ്പോൾ കണ്ടിയൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭഗവാന്റെ കൃഷ്ണൻ്റെ ഒരു അമ്പലം പണിതു, കൃഷ്ണനെ പ്രതിഷ്ഠിച്ചു. കണ്ടിയൂർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഹാവിഷ്ണു ക്ഷേത്രമായിട്ട് ആ ക്ഷേത്രം ഇപ്പോഴും നന്നായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ പരദേവത എന്ന് പറയുന്നത് അരിയന്നൂർ ഭഗവതിയായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരാളന്മാരായിരുന്നു. ഈ വടക്കമ്പാട്ട് മനക്കാർ അവിടുത്തെ ഒരാളന്മാരായിരുന്നു. 72 ഇല്ലക്കാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊരാളൻ വടക്കുംപാട്ടയായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ഭക്തിയും കാരണം ആ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ മാഷുടെ വിവരണത്തിനിടയ്ക്ക് ഇല്ലത്തിൻ്റെയും തൊടിയുടെയൊക്കെ കാഴ്ച ഒന്ന് കാണാം. അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സംശയമായി, അവിടെയും ഇവിടെയും സ്വത്ത് തുല്യമായി എന്ന്. അപ്പോൾ പറഞ്ഞു ഭഗവതിക്കല്ലേ കൂടുതൽ വേണ്ടത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാറുണ്ട്. അന്ന് പന്തീരടി പൂജ അല്ലേ, ആ പന്തീരടി പൂജയും കൂടിയും പുതുതായിട്ട് അങ്ങോട്ട് തുടങ്ങി. 18 പറ നെല്ലൊറ്റ കൂടുതൽ വാരം വേറെ 18 പറയ്ക്ക് അതിന് വേണ്ടതായിട്ടുള്ള സ്വത്തും കൂടി കൂടുതൽ കൊടുത്തു. അങ്ങനെ ഭഗവതിക്ക് കൂടുതലും ഇവിടെ കുറവുമായിട്ട് അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തു എന്നാണ്. എന്തായാലും അവിടുന്ന് ശേഷമാണ് ആ അമ്പലം അഭിവൃദ്ധിപ്പെട്ടത്. അന്ന് ഈ പെരയ്ക്ക് കുറ്റിയടിച്ചത് തലക്കളത്തൂർ ഭട്ടതിരി എന്ന് പറഞ്ഞ ഐതിഹ്യമാലയിലുള്ള തലക്കളത്തൂർ ഭട്ടതിരി. ആ തലക്കളത്തൂർ ഭട്ടതിരിയുടെ കഥ ആ കാലഘട്ടം തന്നെ നോക്കുമ്പോൾ ഏകദേശം 800 കൊല്ലത്തിൻ്റെ മേലെയുണ്ട്. അദ്ദേഹമാണ് അത്ര ഇവിടെ കുറ്റിയടിച്ചത്. അതിനൊരു കണക്കൊക്കെ ഉണ്ട്, അത്ര 108 കോല് ചുറ്റളവ് എന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട്.
അങ്ങനെ ഒരു സ്പെഷ്യൽ കണക്കിലാണ്, വിശേഷപ്പെട്ട കണക്കിലാണ് അത്ര ഈ കുറ്റിയടിച്ചത്. എന്തായാലും അവിടെ അങ്ങോട്ട് ഈ അമ്പലം അഭിവൃദ്ധിപ്പെട്ടു. ഇവിടുന്ന് അരിയന്നൂർ വരെയുള്ള ഭൂമി മുഴുവൻ പിന്നെ ഇവിടേക്ക് അവകാശപ്പെട്ടതായിട്ട് മാറി. പടിക്കൽ പന്തീരായിരം എന്നൊക്കെ പറയണ പോലെയുള്ള ഒരു വലിയ ജന്മി കുടുംബമായിട്ട് അത് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ ഇവിടെ പാമ്പന്മാർക്ക് വിശേഷമാണ്, കൃഷ്ണന് വിശേഷമാണ്. അതേ സമയത്ത് ഇവിടെ അരിയന്നൂർ ഭഗവതി ഉണ്ടല്ലോ, അത് പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് ഒരു സംഗതിയും കൂടിയുണ്ട്. കുറേ കൂടി കാലം കഴിഞ്ഞു കേട്ടോ. ഒരു 300 കൊല്ലത്തോളം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. അതെന്താ ഉണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരാളെ കുടുംബങ്ങളുണ്ടല്ലോ, 22 കുടുംബങ്ങളാണുള്ളത്. അവിടെ ഇരിക്കുമ്പോൾ അരിയന്നൂർ അമ്പലത്തിൽ വിഗ്രഹം ഒരു പ്രത്യേക പാതാള അഞ്ജനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക ശില കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിശേഷപ്പെട്ട ഒരു വിഗ്രഹമാണ്. വലിയ ഒരാളുടെയൊക്കെ അധികം വലിപ്പത്തിലുള്ളതാണ്. സാധാരണ ഒരാളന്മാർ അതിനകത്തേക്ക് കടക്കാറില്ല, പുറത്ത് നിന്ന് തൊഴിൽ ബാക്കി ഉള്ളിൽ പൂജയോ ഒന്നും ചെയ്യാറില്ല. എന്തായാലും അവിടെ പൂജയ്ക്കും അതൊക്കെ തന്നെ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ചിട്ടയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നോക്കിയപ്പോൾ ആ ഭഗവതിയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്, ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. വളരെ വിലപ്പെട്ടുള്ള സാധനമാണത്. അത് അന്വേഷണമായിട്ട് ഏത് വിധത്തിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ചെയ്യാതെ കണ്ട് അന്നത്തെ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടിയിട്ട് അത് വിധി എഴുതുകയാണ്. അത് ഈ മേശാന്തിയാവും ചെയ്തിട്ടുണ്ടാവുക, അല്ലാണ്ട് വേറെ ആരുമില്ല എന്ന്. അങ്ങനെ അവർ ഒരു ധാരണയിലെത്തുകയും ആ മേശാന്തിക്ക് ഒരു ശിക്ഷ നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യണം. അതെന്ത് ശിക്ഷ നൽകണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് യോഗം ചേരുകയാണ്. യോഗം ചേരാൻ അവരൊക്കെ കൂടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങനെ വേണം തീരുമാനിച്ചു. അതിൽ അധ്യക്ഷനായിട്ട് ഇരിക്കേണ്ടത് വടക്കുംപാട്ട മനക്കാരാണ്. അപ്പോൾ അതിന് മീറ്റിംഗ് തുടങ്ങാറായപ്പോൾ അവർ ആൾക്കാരെ പറഞ്ഞയച്ചു. ഇവിടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രതിനിധി എത്തിയിട്ടുണ്ടായിരുന്നില്ല. പ്രതിനിധി അവിടെ വരണം എന്ന് പറയാനായിട്ട് ആൾ വന്നു. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ കാരണവന്മാരാരുമില്ല, ഒരു ഉണ്ണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഉണ്ണി ഇവിടുന്ന് ആരെങ്കിലും പങ്കെടുത്തേ പറ്റൂ, എന്നിട്ടേ മീറ്റിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ ഉണ്ണിയോട് ഇതാണ്. അപ്പോൾ ഉണ്ണി അമ്മോട് ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോൾ എങ്ങനെ പറയണ്ടേ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യപ്പസ്വാമി എന്നൊരാണം വിചാരിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്നാണ്. തായങ്കാവിൽ അയ്യപ്പൻ, അത് ഞങ്ങളുടെ പരദേവത തന്നെയാണ്. വളരെ ഭക്തിയായിരുന്നു ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യപ്പനെ വിചാരിച്ചിട്ട് പോയാൽ മതി, തായങ്കാവിൽ അയ്യപ്പനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ഈ വന്ന ആളുടെ കൂടെ അങ്ങോട്ട് ഈ ഉണ്ണി അങ്ങോട്ട് പോവുകയാണ്. ഈ പാടം അങ്ങോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയി. അവിടെ ഒരു ചെറിയ തോടുണ്ട്. ആ തോട് കണ്ട് കഴിഞ്ഞാണ്ട് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് വടക്ക് ഭാഗത്തു നിന്നാണ്, അവിടെ നിന്നാണ് ഈ തായങ്കാവിലേക്ക് ആ വഴിയാണ് പോവാറ്. ആ സമയത്ത് ഈ പാലം അങ്ങോട്ട് അപ്പോൾ തോടാണ്ട് കടന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കൊണ്ട് അവിടുന്ന് വടക്കുന്ന് ഒരാൾ കറുത്ത പട്ടും ചുറ്റിയിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. തടുത്ത് നിർത്തി. എവിടേക്കാണെന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ആളില്ലേ, ആ ആളോട് പറഞ്ഞു അത്രേ, നിങ്ങൾ പൊക്കോളൂ, ഇവിടുന്ന് ആരും പങ്കെടുക്കാൻ പാടില്ല, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഈ ഉണ്ണിയെ പോവാതെ കണ്ട് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ മറ്റാളെ പറഞ്ഞയച്ചു. അങ്ങനെ എന്തായാലും എന്നിട്ട് ഈ ഇത് ഇവിടെ വന്ന് തടുത്ത് നിർത്തിയിട്ട് പോയി ആൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് ആൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് അയ്യപ്പസ്വാമി ആയിരുന്നു എന്നാണ്. തായങ്കാവിൽ അയ്യപ്പനായിരുന്നു ഇങ്ങനെ ഈ ആൾ വന്നത്. ഈ വന്ന ആൾ എന്നിട്ട് തിരിച്ച് അവിടെ പോയി. എന്തായാലും അവിടെ മീറ്റിംഗ് കൂടി. ബാക്കി വന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് ഈ കാര്യം അറിഞ്ഞു. ഇവിടുന്ന് ആരും പങ്കെടുക്കില്ല എന്നും പറഞ്ഞു. വേറെ ആരൊക്കെ വന്നേക്കണേ വെച്ചാൽ അവരൊക്കെ കൂടിയിട്ട് മീറ്റിംഗ് കൂടിയെന്നാണ്. ആ മീറ്റിംഗ് കൂടിയിൽ 72 ഇല്ലക്കാരിൽ 2 ഇല്ലക്കാർ പങ്കെടുത്തില്ല. ഒന്ന് വടക്കുംപാട്ട് മന, മറ്റൊന്ന് താഴെക്കുളത്ത് മന എന്നാണ്. ഈ 2 ഇല്ലക്കാരും പങ്കെടുത്തില്ല. ബാക്കി 70 ഇല്ലക്കാർ പങ്കെടുത്തു. അവരെല്ലാവരും കൂടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തി. ഈ ശാന്തിക്കാരനായിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ശാന്തിക്കാരനായിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഇത് ചെയ്തത് എന്നുള്ള അനുമാനത്തിൽ അദ്ദേഹത്തെ പുകച്ചു കൊല്ലാനായിട്ട് തീരുമാനമെടുത്തു എന്നാണ്. 300 കൊല്ലം മുമ്പ്. അപ്പോൾ അങ്ങനെ പുകച്ചു കൊല്ലാൻ തീരുമാനിച്ചു എന്നുള്ളത് ഒരു മഹാപാപമാണല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ കേൾക്കുന്നത് അദ്ദേഹം അല്ല ചെയ്ത, വേറെ ആരോ ആണ് ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലും അപരാധം ചെയ്യാത്ത നിരപരാധിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ശിക്ഷയും കൂടിയല്ലേ കൊടുത്തത് എന്ന നിലയ്ക്ക് വന്നപ്പോൾ
അങ്ങനെ എന്തായാലും അത് പുകച്ചു കൊന്നു എന്നാണ്. വേറെ അദ്ദേഹമൊക്കെ താമസിച്ചായിരുന്ന അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് പുകച്ചു കൊന്നു എന്നൊരു കഥ. ഈ പുകച്ചു കൊന്നോട് കൂടിയിട്ട് എന്താ ഉണ്ടായെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള 70 ഇല്ലക്കാരുണ്ടല്ലോ, ആ 70 ഇല്ലക്കാർ നശിച്ചു. ബാക്കി അതിൽ പങ്കെടുക്കാത്ത മറ്റേ എന്താ പറയുക 2 ഇല്ലങ്ങളുണ്ടല്ലോ, ആ 2 ഇല്ലങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. അവർ ആ 2 ഇല്ലങ്ങളും ഇപ്പോഴും ഉണ്ട്. ഈ മറ്റേ ഇല്ല, ആ ഒരൊറ്റ ഇല്ലോ ഇല്ല. അതിൽ പല ഭാഗത്തുമായിട്ട് ഇതുണ്ട്. നമ്മുടെ പഴയ ഒരു റെക്കോർഡിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി, ഈ 200-300 കൊല്ലം മുമ്പായിട്ടുള്ള ഒരു റെക്കോർഡിലുണ്ട്. ആ റെക്കോർഡിൽ ഒരു സർവേ, മറ്റേ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ഒരു സർവേ ഉണ്ട്. ആ സർവേയിൽ അതിലത്തെ ആ റെക്കോർഡിൽ പറഞ്ഞേക്കുന്നത് അന്ന് 76 ബ്രാഹ്മണ ഗ്രഹങ്ങൾ എന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വസ്തുത ഒന്ന് അന്വേഷിച്ചതാണ്. ഞങ്ങൾ ശുഗപുരം ഗ്രാമക്കാരാണ്. അതെ 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 ഋഗ്വേദികളാണ്, ശുഗപുരം ഗ്രാമക്കാരാണ്. ആ കുടുംബത്തിൽപ്പെട്ട നശിച്ചു, 70 ഇല്ലങ്ങൾ നശിച്ചു. ആ കൂട്ടത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു ഇല്ലാണ് തെക്കേപ്പാട്ട് എന്ന് പറയണത്. ഈ തെക്കേപ്പാട്ട് കുടുംബത്തിൻ്റെ ഇതുണ്ടല്ലോ നശിച്ചപ്പോൾ അതുകൊടുത്ത സ്വത്ത് മുഴുവൻ തന്നെ അങ്ങോട്ട് വടക്കുംപാട്ട് മനക്കിലേക്ക് കൊടുക്കേണ്ടായത്. അങ്ങനെ വന്നപ്പോൾ ഈ പാമ്പങ്കാവ് വടക്കുംപാട്ട് മനയായിട്ട് വകയായിട്ട് മാറി. ഇവിടെ ഈ പാമ്പങ്കാവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള സസ്യങ്ങളുണ്ട്. എന്തോ ഒരു പേര് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പേഴാമരം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ ഒരു മരം. പിന്നെ വേറെ ഒന്നും കുറേ കൂടി അധികം മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് തന്നെ കാണുമ്പോൾ തന്നെ നല്ലോണം പഠിക്കുക. ആരും അങ്ങനെ അധികം കടക്കാറില്ല, ഞങ്ങളടക്കം അങ്ങനെ അധികം കടക്കില്ല. ഒരു കാട് പിടിച്ചിട്ടുള്ളതാണ് ഇവിടെ. ആ കാട് വല്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഒരിക്കൽ ശ്രീകൃഷ്ണ കോളേജിലത്തെ പ്രൊഫസർമാരും ബോട്ടണി പ്രൊഫസർമാരും കുട്ടികളൊക്കെ കൊടുത്ത് ഇവിടെ വരുന്നുണ്ടായി പഠനത്തിന് കാവുകൾ നോക്കാൻ. അന്ന് അദ്ദേഹം പറഞ്ഞത്, അവിടുത്തെ പ്രൊഫസർ പറഞ്ഞൊരു വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയും ഇല്ലാത്ത വളരെ അപൂർവമായിട്ടുള്ള മരങ്ങൾ ഇതിലുണ്ട് എന്നാണ്. അത് ഈ പേഴ്മരമാണോ എനിക്കറിയില്ല, പറയാൻ അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള കുറച്ചൊരിതുണ്ട്. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, ഈ മരത്തിൻ്റെ ഇവിടെയുള്ള ഈ മരത്തിൻ്റെ എന്താണ് അടുത്ത് വന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അപസ്മാരാദി രോഗങ്ങളൊക്കെ തന്നെ മാറും എന്ന ഒരു വിശ്വാസം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാമ്പ് മാത്രമല്ല, കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതി ഉണ്ട്, അന്തിമഹാകാളൻ ശിവൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള അന്തിമഹാകാളൻ, പിന്നെ ഹനുമാൻ, അതേപോലെ ബ്രഹ്മരക്ഷസ്. ഈ ഹനുമാനും അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസൊക്കെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എന്നാണ് ഇതുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവരിവിടെ ഉണ്ട്. ഹനുമാൻ കുറച്ച് കാലം മുൻപ് ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ പറയുണ്ടായി, ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വടക്കുംപാട്ട് മനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മുൻപിൽ വിഷ്ണുവിൻ്റെ അമ്പലം, നേരെ പിന്നിൽ ശിവൻ്റെ അമ്പലം. അപ്പോൾ വിഷ്ണുവിൻ്റെ മുൻപിലും ശിവൻ്റെ പിന്നിലും വളരെ വിശേഷമായിട്ടുള്ള സ്ഥാനം എന്നുള്ളത്. എന്നിട്ട് വേറെ കാര്യം കൂടി പറഞ്ഞു, ഇവിടെ പരീക്ഷണത്തിന് ആരും നിൽക്കണ്ട, ഈ വഴി ഒരു സഞ്ചാരമുണ്ട് എന്ന്. ഞാൻ ഇവിടെ താമസാക്കിയിട്ട് 17 കൊല്ലമായി. അന്ന് തൊട്ട് ഞാൻ വലിയ തമ്പുരാനോട് കൂടി ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് വീട്, അപ്പം നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇവർ അടുത്തിരിക്കണ കാരണം കൊണ്ട്. ഉണ്ടായിട്ടില്ല. കുറ്റിയടിക്കുമ്പോൾ സദാനന്ദാശ്ശേരിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ സദാനന്ദാശ്ശേരി പറഞ്ഞത് എന്താ വെച്ചാൽ കിടക്കാൻ ഒരു ഇടല്ലാണ്ടല്ലേ ചെയ്യണത്, അതിനനുസരിച്ച് പ്രവർത്തിച്ചോളാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ വലിയ ഓപ്പിളാണ്, ഉമാദേവി എന്നാണ് പേര്. പൈങ്കുളത്തെ ഏഴിക്കോട്ട് മനക്കിലേക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തേക്കണത്. ഓപ്പിളുടെ മക്കളുടെ ഒരു മകൻ, രണ്ടാമത്തെ മകൻ ഗുരുവായൂരും അതേപോലെ തന്നെ ശബരിമലയും ശാന്തിയായിരുന്നു. ഓപ്പളാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ കാരണവരായിട്ട്, കുടുംബത്തിലത്തെ ഒരു കാരണവർ. അതെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇല്ലം കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ശ്രീദേവി എന്നാണ് പേര്. മറ്റേ ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം മൂർത്തിയടുത്ത് മന എന്ന് പറയും, അവിടേക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തേക്കുന്നത്. പ്രതീക്ഷയ്ക്കപ്പുറം കഥകൾ കേട്ടാൽ നമ്മൾ പകച്ചു പോകില്ലേ? അത്തരമൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നപ്പോഴുണ്ടായത്. കുമ്പച്ചൂട് കത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയുടെ ആ ഒരു കാഴ്ച ക്യാമറയിൽ ഭംഗിയുള്ളതല്ല. പാടത്തുനിന്ന് കയറി വരുന്ന വഴി, പണ്ടുകാലത്ത് എല്ലാ വഴികളും ചെന്നെത്തുന്നത് പാടവരമ്പത്തേക്കാണല്ലോ. വരമ്പാണല്ലോ വഴികളായിരുന്നത്. ആ വഴി വരുന്ന വഴി ആനപ്പടവ്. നമ്മൾ ഈ ആനപ്പടവ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കുളിക്കാനുള്ള കുളത്തിൽ വ്യത്യസ്തമായിട്ട് എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് കുളിക്കാനുള്ളതും സ്ത്രീകൾക്ക് കുളിക്കാനുള്ളതും വ്യത്യസ്തമായ ഇടങ്ങൾ,
അങ്ങനെ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന പോയ കാലത്തിൻ്റെ പൈതൃകം പേറി നിൽക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാമെന്നുള്ളത് ഒരു അപൂർവത തന്നെയാണ്. ഇത് കണ്ട് ഇവിടുത്തെ നിലവറയും മറ്റൊന്നും ഇപ്പോൾ കാണുന്നില്ല. വേറൊരിക്കൽ ഇല്ലത്തിൻ്റെ കാഴ്ചയുമായിട്ട് വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാഷ് നമുക്ക് എല്ലാം കാണിച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ അത്രയും സമയം കയ്യിൽ കരുതിയിട്ടല്ല ഇവിടെ വന്നത്. എങ്കിലും ഇല്ലത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ കാലഘട്ടമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇല്ലം പൂർണ്ണമായിട്ട് ഇപ്പം നിലവിലില്ല. കുറച്ച് ഭാഗമൊക്കെ പൊളിച്ച് കളഞ്ഞു. ബാക്കിയുള്ളതാണ് ഉള്ളത്. പഴയകാലത്തെ കമ്പിറാന്തൽ തൊട്ട് കലച്ചട്ടി തൊട്ട് എല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് പറയേണ്ടതുണ്ട്. നമ്മൾ തൽക്കാലം ഒരു അത്ഭുത കാഴ്ചയ്ക്ക് മുമ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വാപ്പൊളിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നപ്പോഴുണ്ടായത്. അവിടെ വെച്ച് നിർത്തുന്നു. കാരണം ഇത് അത്രയൊന്നും ഉദ്ദേശിച്ച് വന്നൊരു വീഡിയോ അല്ല. മോഹനേട്ടനോടും മാഷിനോടും സഹകരിച്ച എല്ലാവരോടും നാട്ടുകാരോടും ഒക്കെയുള്ള നന്ദി പ്രത്യേകം പറയുന്നു. ഇതൊരു അത്ഭുതമാണ്. പോയ കാലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് വരും തലമുറയ്ക്ക് വേണ്ടി കാണാനുള്ള അത്ഭുതം ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നർച്ചരി പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ